ഹായ് ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യുമേറ്റിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 6ാം ക്ലാസ്സിലെ മക്കളുടെ അടിസ്ഥാന പാഠാവലിയിലെ മൂന്നാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള ഒത്തുതുഴയാം എന്നതിലെ 2ാമത്തെ പാഠമാണ്. ആ രക്തം മാഞ്ഞു പോയില്ല എന്നുള്ളൊരു കഥയാണ് കേട്ടോ നമ്മൾ നോക്കുന്നത്. നോവലാണ്, അതാണ് നോക്കുന്നത്. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നിങ്ങൾക്ക് ആവശ്യമുള്ള 6ാം ക്ലാസ്സിലെ മലയാളത്തിന്റെ ക്ലാസ്സുകളൊക്കെ STD6 മലയാളം എന്നുള്ള പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. ഇനി മറ്റു വിഷയങ്ങളുടെ വീഡിയോസ് വേണമെങ്കിൽ STD6 ന്യൂ സിലബസ് എന്നുള്ള പ്ലേലിസ്റ്റ് ഉണ്ട്, അതിൽ മറ്റു വിഷയങ്ങളും ലഭ്യമാണ്. അപ്പൊ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. എവിടെ നിർഭയമാകുന്നു മാനസം, എവിടെ നിൽക്കുന്നു ശീർഷം സമുന്നതം. ഇത് രവീന്ദ്രനാഥ് ടാഗോർ എഴുതിയ 2 വരികളാണ് കേട്ടോ. നിർഭയരായി തല ഉയർത്തിപ്പിടിച്ച് നടത്തിയ പോരാട്ടങ്ങളിലൂടെയാണ് ഇന്ത്യ സ്വതന്ത്രമായത്. ആ രക്തം മാഞ്ഞുപോയില്ല എന്നുള്ള കഥയിൽ പറയുന്നത് അത്തരമൊരു സ്വാതന്ത്ര്യ പോരാട്ടത്തെ കുറിച്ചാണ്. ഇക്കാലത്താണ് ദേശീയ പ്രസ്ഥാനത്തിന്റെ അല സ്കൂളുകളിലേക്ക് അടിക്കാൻ തുടങ്ങിയത്. ഉപ്പ് സത്യാഗ്രഹവും വിദേശ വസ്ത്ര ബഹിഷ്കരണവും ഹരിജന പ്രസ്ഥാനവും എല്ലാം ഉൾക്കൊള്ളുന്ന ആ ദീർഘ പരിപാടിയുടെ ആന്തരാർത്ഥം വിദ്യാർത്ഥികൾ തികച്ചും മനസ്സിലാക്കിയിരുന്നു എന്നൊന്നും പറയാൻ വയ്യ. ചില പുതിയ ബഹളങ്ങൾ എപ്പോഴും നല്ലതാണല്ലോ. നാട്ടിൽ പ്രചരിച്ചിരുന്ന ബ്രിട്ടീഷ് വിരോധം വിദ്യാർത്ഥികളിലേക്കും സംക്രമിക്കുകയായിരുന്നു. ചരിത്രം പഠിപ്പിക്കുന്നിടത്ത് അതിന്റെ അലകൾ പ്രത്യക്ഷപ്പെട്ടു. ക്ലൈവ് കള്ളനും തെമ്മാടിയുമായിരുന്നു സർ, കുഞ്ഞിരാമൻ കയറി പറഞ്ഞു. അവിടെ ഇരിക്കെ, മാസ്റ്റർ ശാസിച്ചു. ക്ലൈവിന് പകരം വേറെ ഒരാളായിരുന്നുവെങ്കിലും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും ചെയ്യുക. ബ്രിട്ടീഷുകാരൊക്കെ കള്ളന്മാരാണെന്നോ? സാമ്രാജ്യം സ്ഥാപിക്കാനും കച്ചവടം ഉറപ്പിക്കാനുമാണ് അവർ വന്നത്. പടിഞ്ഞാറൻ ശക്തികൾ ഇതിനുവേണ്ടി ലോകത്തിന്റെ നാനാഭാഗത്തേക്കും പോയിട്ടുണ്ട്. അക്കൂട്ടത്തിൽ ഇന്ത്യയിലേക്കും വന്നു. ആ ക്ലൈവ് അല്ലെങ്കിൽ ഇനി ഒരു ക്ലൈവ്. മാസ്റ്ററുടെ ആ പ്രസ്താവനയെക്കുറിച്ച് പിൻബെഞ്ചിൽ ഒരു വാദപ്രതിവാദം തന്നെ നടന്നു. ചോദ്യങ്ങൾ ഉറവെടുക്കുന്നത് കുഞ്ഞിരാമനിൽ നിന്നാണ്. അവ ചുണ്ടുകളിലേക്ക് പ്രചരിച്ചു. ഒരു തേനീച്ചക്കൂട് പോലെയായി ക്ലാസ് മുറി. വാദപ്രതിവാദം നിർത്തണം, മാസ്റ്റർ മേശപ്പുറത്തടിച്ചു. കുഞ്ഞിരാമൻ: സർ, നമുക്ക് ഇതൊരു വാദപ്രതിവാദ വിഷയമാക്കേണ്ട. സർ, ഈ കള്ളത്തരങ്ങളും കെട്ടുകഥകളും എത്ര കാലം പഠിക്കാം? മാസ്റ്റർ കണ്ണടക്കിടയിലൂടെ ഒന്ന് നോക്കി. കുഞ്ഞിരാമൻ, ഇവിടെ വരൂ. അയാൾ അടുത്തേക്ക് ചെന്നു. ഗുരുനാഥൻ ശിഷ്യന്റെ ചുമലിൽ തട്ടി ശാന്തമായ സ്വരത്തിൽ ഉപദേശിച്ചു. കുഞ്ഞിരാമൻ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവും, പക്ഷേ സ്കൂൾ രാഷ്ട്രീയമായ വാദപ്രതിവാദത്തിനുള്ള സ്ഥലമല്ല. അത് മറക്കരുത്. പോയിരിക്കെ. കുഞ്ഞിരാമൻ തിരിച്ചു വന്നിരുന്നു. അപ്പോഴും തേനീച്ചക്കൂട് മൂളുകയാണ്. അതിൽ ശ്രദ്ധിക്കാതെ മാസ്റ്റർ പാഠം തുടർന്നു. പുറത്ത് കാറ്റടിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിന്റെ അലകൾ ജാലകപ്പഴുതുകളിലൂടെ സ്കൂൾ മുറിയിലേക്കും വരുന്നു. അധികൃതർ കാറ്റിന്റെ ഗതി നിയന്ത്രിക്കാൻ ആവുന്നതൊക്കെ ചെയ്യുന്നുണ്ട്. അവ വിദ്യാലയ പരിസരങ്ങളെ സ്പർശിക്കാതിരിക്കാൻ കൂടുതൽ കരുതലുകൾ ഏർപ്പെടുത്തി. വിലക്കുകളും പ്രതിരോധങ്ങളും വിദ്യാർത്ഥികളെ കൂടുതൽ സമരോത്സുകരാക്കി. അറസ്റ്റുകളുടെയും മർദ്ദനങ്ങളുടെയും റിപ്പോർട്ടുകളാണ് പത്രങ്ങളിൽ വരുന്നത്. പത്രം വായിക്കരുതെന്ന് ഒരു അധ്യാപകന് വിദ്യാർത്ഥികളോട് പറയാമോ? അധ്യാപകർ മൗനം ദീക്ഷിച്ചു. അവരെ സംബന്ധിച്ചിടത്തോളം ചോറങ്ങും കൂറിങ്ങും എന്ന നിലപാടായിരുന്നു. അപ്പോഴാണ് ഒരു കുഴപ്പമുണ്ടായത്. സ്കൂളിനടുത്തുള്ള തുണിക്കടയിൽ ഒരു പിക്കറ്റിംഗ് നടക്കാൻ പോകുന്നു. വർത്തമാനം വിദ്യാലയത്തിലുമെത്തി. വിദ്യാർത്ഥികൾ ഉഷാറായി, അധ്യാപകർ ഉത്കണ്ഠിതരുമായി. ആരാണ് പിക്കറ്റ് ചെയ്യുന്ന സത്യാഗ്രഹി? ആർക്കും അറിഞ്ഞുകൂടാ. പോലീസും ജാഗ്രതയായിരുന്നു. നേരം 9 മണിയായി. 2 സത്യാഗ്രഹികൾ തുണിഷാപ്പിന് മുന്നിലെത്തി. കറുത്തു നീണ്ട മീശക്കാരനെ എല്ലാവർക്കും അറിയാം. അയാൾ സ്ഥലത്തെ പ്രധാന പ്രവർത്തകനാണ്. മറ്റേയാൾ അന്വേഷണത്തിൽ ഒരു വടക്കൻ നമ്പ്യാരാണെന്ന് മാത്രം വ്യക്തമായി. സുഭകൻ, ദൃഢകായൻ. പിക്കറ്റിംഗ് ആരംഭിച്ച് അരമണിക്കൂർ കഴിയേണ്ടി വന്നില്ല. പോലീസ് സ്ഥലത്തെത്തി. 2 പേരെയും അറസ്റ്റ് ചെയ്തു. സ്ഥലത്തെ പ്രവർത്തകനെ ലോക്കപ്പ് കാട്ടാൻ കൊണ്ടുപോയി. വടക്കൻ നമ്പ്യാരെ സ്കൂളിന് കിഴക്കുപുറത്തുള്ള ഒരു ഒഴിഞ്ഞ പാടത്തേക്കും. വിദ്യാർത്ഥികൾ ദൂരെ നിന്ന് നോക്കി. നിന്റെ രാജ്യമൊക്കെ പിടിച്ചു കഴിഞ്ഞോടാ, ഇവിടേക്ക് വരാൻ ഇൻസ്പെക്ടർ ചോദിച്ചു. അതിന് നമ്പ്യാർ സമാധാനം പറഞ്ഞില്ല. പറയടാ. ഒരിടി, തുടർന്ന് 4 ചവിട്ടും. നമ്പ്യാർ മറിഞ്ഞു വീണു. ബോധരഹിതനായി കിടക്കുന്ന നമ്പ്യാരെ നോക്കി ഇൻസ്പെക്ടർ കിതച്ചു. പിടിക്ക്, രാജ്യം പിടിക്ക്. ബൂട്ട്സിട്ട കാലുകൊണ്ട് ഇൻസ്പെക്ടർ നമ്പ്യാരെ വരമ്പത്ത് നിന്ന് തോണ്ടിയിട്ടു. ആ യുവാവ് കട്ട പൊട്ടിച്ച കണ്ടത്തിലേക്ക് മുഖം കുത്തിമറിഞ്ഞു. ഭൂമിയിൽ രക്തമിറ്റു വീഴുകയായിരുന്നു. ആ രക്തത്തിലൂടെ ഇൻസ്പെക്ടർ നടന്നു. പരിവാരങ്ങളും. അവരുടെ ബൂട്ട്സിന്റെ അടിയിലെ ആണികൾ തട്ടി ഭൂമിയിൽ തുളകളുണ്ടായി. പക്ഷേ ആ രക്തം മാഞ്ഞുപോയില്ല. അത് ആവിയായി പോയതുമില്ല. മനുഷ്യാത്മാവ് കടഞ്ഞെടുത്ത തുള്ളികളാണവ. 1000 വർഷങ്ങളിലെ മനുഷ്യ തപസ്സിന്റെ തേജസ് അതിൽ ഊറിക്കിടപ്പുണ്ട്. മേൽപോട്ടുയരുന്ന മനുഷ്യാത്മാവ് ഭൂമിയിൽ ശക്തിയായി നിക്ഷേപിക്കുന്ന വിത്തുകളാണ് ആ രക്തബിന്ദുക്കൾ.
ഭൂമി അവ ഹൃദയത്തിലെടുത്തു മുളപ്പിക്കുന്നു. തുടുത്ത പൂക്കളും കനത്ത ഫലങ്ങളും അവിടെയും വിളയുന്നു. ഇത്രയും ദൂരം കാണുന്ന കണ്ണുകൾ ആവലാതിപ്പെടുന്നില്ല, നോവേൽക്കുന്നില്ല, പിന്മാറുന്നില്ല. നാളത്തെ വിജയം ഇന്ന് അയാൾ ഹൃദയത്തിൽ വെച്ച് ആഘോഷിക്കുന്നു. മനുഷ്യ പുരോഗതിയുടെ ഈ പാതയിൽ വീണുകിടക്കുന്ന ആ ചെറുപ്പക്കാരന്റെ ഹൃദയത്തിൽ എന്തായിരുന്നുവെന്ന് പറയാൻ വയ്യ. അയാൾ മോഹാലസ്യപ്പെട്ടിരുന്നു. പോലീസ് പോയപ്പോൾ വയൽക്കരയിൽ പതുങ്ങി നിന്ന ആൾക്കൂട്ടം കുറെ കൂടി അടുത്തു. എന്തൊരു ശരീരമാണ് ആ ചെറുപ്പക്കാരൻ്റേത്! ഒരു കോൽ വീതിയുള്ള മാറിടം, ദീർഘബലിഷ്ഠങ്ങളായ കൈകൾ, കുടുങ്ങിയ അരക്കെട്ട്, ചന്ദനത്തിന്റെ വർണ്ണം. ഒരൊറ്റയടിക്ക് 5 പേരെ തെറിപ്പിക്കാവുന്ന ശക്തി ആ കൈകളിൽ ഒതുങ്ങിക്കിടപ്പുണ്ടെന്ന് സ്പഷ്ടം. എന്നിട്ടും അയാൾ അടി കൊടുക്കാനല്ല, കൊള്ളാനാണ് വന്നത്. അതിന്റെ അർത്ഥം മനസ്സിലാകാതെ ജനം നിന്നു. നമ്പ്യാർക്ക് അല്പം വെള്ളം കൊടുക്കാൻ ആർക്കും ധൈര്യമുണ്ടായിരുന്നില്ല. കച്ചവടക്കാർ തല വലിച്ചു. കൃഷിക്കാർ ദൂരെ നിന്ന് കണ്ണീർ വാർത്തു. വിദ്യാർത്ഥികൾ അക്ഷമരായി. പാടത്തിന്റെ 4 പുറവും ആളുകൾ. തല്ലിച്ചതച്ച സർപ്പത്തെ പോലെ നമ്പ്യാർ കട്ടയിൽ കിടക്കുന്നു. ചൂടുപിടിച്ച സൂര്യകിരണങ്ങൾ ആ മുഖത്ത് വന്ന് തറയ്ക്കുകയാണ്. പെട്ടെന്ന് വെള്ളവുമായി ഒരു ചെറുക്കൻ പാടത്തേക്കിറങ്ങി. ആളുകൾ അത്ഭുതപ്പെട്ടു. അത് കുഞ്ഞിരാമനായിരുന്നു. അയാൾ നമ്പ്യാരുടെ മുഖത്ത് വെള്ളം തളിച്ചു. ബോധം വന്നപ്പോൾ കുടിക്കാൻ വായിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കുകയും ചെയ്തു. അത്രയുമായപ്പോൾ മറ്റു വിദ്യാർത്ഥികളും വന്നുകൂടി. എല്ലാവരും കൂടി താങ്ങിയെടുത്ത് തണലത്തു കൊണ്ടുവന്ന് കിടത്തി ശുശ്രൂഷിച്ചു. ഈ വർത്തമാനം നാട്ടിൽ അത്ഭുതത്തോടെ സംസാരിക്കപ്പെട്ടു. പിറ്റേന്ന് ഇൻസ്പെക്ടർ സ്കൂളിൽ വന്നു. ഹെഡ്മാസ്റ്ററുടെ മുറിയിലേക്ക് കുഞ്ഞിരാമൻ വിളിക്കപ്പെട്ടു. നീയും രാജ്യം പിടിക്കാൻ നടക്കുകയാണോ? ഇൻസ്പെക്ടർ കുഞ്ഞിരാമന്റെ നേരെ കയർത്തു ചോദിച്ചു. മനസ്സിലായില്ല? കുഞ്ഞിരാമൻ: മനസ്സിലാക്കാൻ എനിക്കറിയാം ഇൻസ്പെക്ടർ. ഞാൻ അയാൾക്ക് വെള്ളം കുടിക്കാൻ കൊടുത്തു. അതൊരു സ്കൗട്ടിന്റെ ചുമതലയാണ്. സുന്ദരികളും സുന്ദരന്മാരും എന്ന ഉറൂബിന്റെ നോവലിൽ നിന്നുള്ള ഒരു ഭാഗമാണ് ഇത്. ആദ്യത്തെ ചോദ്യം വായിക്കാം, പറയാം. അതിൽ ഒന്നാമത്തേത്: ചരിത്രം പഠിപ്പിക്കുന്നിടത്ത് അതിന്റെ അലകൾ പ്രത്യക്ഷപ്പെട്ടു. എന്തിനെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്? ഇത് ദേശീയ പ്രസ്ഥാനത്തിന്റെയും ബ്രിട്ടീഷുകാർക്കെതിരായ പൊതു മാനസികതയുടെയും സ്വാധീനം വിദ്യാർത്ഥികളിലേക്കും വിദ്യാലയത്തിലേക്കും വ്യാപിച്ചു എന്നതിനെ കുറിച്ചാണ്. ആ സന്ദർഭത്തിൽ വിദ്യാർത്ഥികൾ ക്ലാസ് മുറികളിൽ തന്നെ ബ്രിട്ടീഷ് ഭരണത്തിനെതിരായ നിലപാടുകൾ പ്രകടിപ്പിച്ചു. ചോദ്യം 2: ക്ലൈവിനെ കുറിച്ച് കുഞ്ഞിരാമന്റെ അഭിപ്രായവും അതിന് മാസ്റ്റർ നൽകിയ മറുപടിയും എന്തായിരുന്നു? കുഞ്ഞിരാമൻ ക്ലൈവ് കള്ളനും തെമ്മാടിയുമാണെന്ന് ഉച്ചത്തിൽ പറയുന്നു. അതിന് മറുപടിയായി മാസ്റ്റർ പറയുന്നു, ക്ലൈവിന് പകരം മറ്റാരെങ്കിലും ഇരുന്നാലും അങ്ങനെ തന്നെയാവും ചെയ്യുക. ഇത് ചരിത്രത്തെ വ്യക്തിപരമായി കൂട്ടിയിളക്കരുതെന്ന് ചൂണ്ടിക്കാട്ടുന്നു. ചോദ്യം 3: അപ്പോഴും തേനീച്ചക്കൂട് മൂളുകയാണ്. ഇവിടെ എന്തിനാണ് തേനീച്ചക്കൂടിന്റെ മൂളലായി പറഞ്ഞിരിക്കുന്നത്? ഇത് ക്ലാസ് മുറിയിലെ കുട്ടികളിൽ ഉടലെടുത്ത ചർച്ചയുടെ ആവേശം, ചലനം എന്നിവയെ സൂചിപ്പിക്കുന്നു. വിദ്യാർത്ഥികളിലെ അടങ്ങാത്ത ഉണർവാണ് തേനീച്ചക്കൂട് മൂളുന്നു എന്ന രൂപത്തിൽ പറഞ്ഞിരിക്കുന്നത്. ചോദ്യം 4: പത്രം വായിക്കരുതെന്ന് ഒരു അധ്യാപകന് വിദ്യാർത്ഥികളോട് പറയാമോ? പത്രത്തിലെ വാർത്തകൾ എന്തെല്ലാമായിരുന്നു? അവ വായിച്ചാലുള്ള കുഴപ്പം എന്തായിരിക്കും? പത്രങ്ങളിൽ പോലീസ് മർദ്ദനങ്ങളുടെയും അറസ്റ്റുകളുടെയും വാർത്തകൾ വന്നിരുന്നു. വിദ്യാർത്ഥികൾ സത്യാഗ്രഹം പോലത്തെ രാഷ്ട്രീയ സംഭവങ്ങളോട് കൂടുതൽ സമീപിക്കാവുന്ന സാഹചര്യമുണ്ടാകും. അതിനാൽ അധികാരികൾ ആ സ്വാധീനം സ്കൂളുകളിൽ എത്താതിരിക്കാൻ ശ്രമിച്ചു. ചോദ്യം 5: പിടിക്ക് രാജ്യം പിടിക്ക്. ഇൻസ്പെക്ടറുടെ ഈ പരിഹാസത്തിന്റെ സന്ദർഭം എന്താണ്? വടക്കൻ നമ്പ്യാർ എന്ന സത്യാഗ്രഹിയെ ക്രൂരമായി മർദ്ദിച്ചപ്പോൾ ഇൻസ്പെക്ടർ തല്ലിക്കൊണ്ടിരിക്കെ അവഹേളനമായി ഈ വാക്കുകൾ പറയുന്നു. രാജ്യത്തിനു വേണ്ടി പോരാടുന്നവരെ വഞ്ചനാഭാവത്തോടെ അപഹാസ്യമായി അഭിസംബോധന ചെയ്യുകയാണ് ഇവിടെ. ചോദ്യം 6: എന്നിട്ടും അയാൾ അടി കൊടുക്കാനല്ല, കൊള്ളാനാണ് വന്നത്. ഈ വാക്യത്തിലെ എന്നിട്ടും എന്ന പ്രയോഗം കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? നമ്പ്യാരിന്റെ ശരീര സൗന്ദര്യവും ശാരീരിക ശക്തിയും കാണുമ്പോൾ ആരും അയാൾ പൊരുതാൻ എത്തിയവനാണെന്ന് കരുതും. പക്ഷേ അദ്ദേഹം പൊരുതാനല്ല, മർദ്ദനം സഹിക്കാനാണ് വന്നത് എന്ന അവബോധമാണ് എന്നിട്ടും എന്ന പദം കൊണ്ട് വ്യക്തമാക്കുന്നത്. ഇത് ആ വ്യക്തിയുടെ ആത്മീക മഹത്വം പ്രകാശിപ്പിക്കുന്നു. 7-ാമത്തെ ചോദ്യം: പെട്ടെന്ന് വെള്ളവുമായി ഒരു ചെറുക്കൻ പാടത്തേക്ക് ഇറങ്ങി. ആളുകൾ അത്ഭുതപ്പെട്ടു. എന്തുകൊണ്ടാണ് ആളുകൾ അത്ഭുതപ്പെട്ടത്? പോലീസ് ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ആർക്കും നമ്പ്യാറിനെ സമീപിക്കാൻ ധൈര്യമുണ്ടായില്ല. എന്നാൽ കുഞ്ഞിരാമൻ അതിനെ അവഗണിച്ച് ധൈര്യത്തോടെയും കരുണയോടെയും വെള്ളം കൊണ്ടുപോയത് എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. അടുത്ത ചോദ്യം നോക്കൂ. പറയാതെ പറയുമ്പോൾ. പുറത്ത് കാറ്റടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കാറ്റ് എന്ന വാക്ക് അതിന്റെ യഥാർത്ഥ അർത്ഥത്തിലല്ല പ്രയോഗിച്ചിരിക്കുന്നത്. കാറ്റ് എന്ന പദം എന്തിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നതെന്ന് കണ്ടെത്തൂ. പാഠഭാഗത്ത് ഇതുപോലുള്ള പ്രയോഗങ്ങൾ ഇനിയുമുണ്ട്. അവ കണ്ടെത്തി എഴുതൂ. അവ സൂചിപ്പിക്കുന്ന ആശയവും എഴുതണം. ഇവിടെ കാറ്റ് എന്നത് മരങ്ങളുടെ ചലനമായും വിദ്യാലയങ്ങളിലും വിദ്യാർത്ഥികളുടെ മനസ്സിലും മുഴുകി വരുന്ന ദേശീയ ബോധമായും മാറുന്നു. ഇത്തരത്തിലുള്ള മറ്റു പ്രയോഗങ്ങൾ നോക്കാം. ആ രക്തം മാഞ്ഞുപോയില്ല. ഈ വാക്കുകൾ മനുഷ്യരുടെ വിപ്ലവ വീര്യത്തെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. ബൂട്ട്സിന്റെ ആണികൾ തട്ടി തുളകൾ ഉണ്ടായി. അധിനിവേശത്തിന്റെ പീഡന രൂപങ്ങളെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അപ്പോഴും തേനീച്ചക്കൂട് മൂളുകയാണ്.
ക്ലാസ്സിലെ കുഞ്ഞിരാമന്റെ അഭിപ്രായങ്ങൾക്കൊത്ത് സ്വന്തം അഭിപ്രായങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ ശബ്ദം താഴ്ന്നിരുന്നെങ്കിലും അവ നിലച്ചിരുന്നില്ല. തേനീച്ചകളുടെ മൂളൽ പോലെ അവിടെ കുട്ടികളുടെ ശബ്ദം കേൾക്കാമായിരുന്നു. അടുത്ത ചോദ്യം, തലക്കെട്ട് നിർദ്ദേശിക്കാം. ഈ നോവൽ ഭാഗത്തിന് നൽകിയ തലക്കെട്ട് ആ രക്തം മാഞ്ഞുപോയില്ല എന്നാണല്ലോ. ശീർഷകത്തിന്റെ സവിശേഷതകൾ കണ്ടെത്താമോ? യോജിച്ച മറ്റൊരു ശീർഷകം നിർദ്ദേശിക്കൂ. എന്തുകൊണ്ട് അത് യോജിക്കുന്നുവെന്നും പറയണം. ആ രക്തം മാഞ്ഞുപോയില്ല എന്ന തലക്കെട്ടിന്റെ സവിശേഷതകൾ: ശക്തമായ ഭാവാത്മകത, സന്ദേശമാർന്ന പ്രതീകം, പാഠത്തിന്റെ ആശയവുമായുള്ള കനത്ത ബന്ധം, പ്രതികാരവും പ്രതീക്ഷയും ഒരുമിച്ചുള്ള ആവിഷ്കാരം തുടങ്ങിയവയാണ്. ഈ നോവലിന് വേണമെങ്കിൽ യുവകലാപത്തിന്റെ തുടക്കം എന്ന തലക്കെട്ടും കൊടുക്കാം. കാരണം കുട്ടികളുടെ മനസ്സിൽ ഉയർന്ന പോരാട്ട ചിന്തയും അതിന്റെ ശാന്തതയുള്ള പ്രതിഫലനവുമാണ് ഇതിലെ പ്രധാന ആശയം. വലിയ വിപ്ലവത്തിന് തുടക്കമാകുന്ന ചെറു നിലവാരത്തിന്റെ ദൃശ്യവൽക്കരണമാണ് ഇത്. അടുത്ത ചോദ്യം, കുഞ്ഞിരാമനെ കുറിച്ച്. കുഞ്ഞിരാമൻ എന്ന വിദ്യാർത്ഥിയാണ് ഈ കഥയിലെ പ്രധാന കഥാപാത്രം. കുഞ്ഞിരാമനെ കുറിച്ചുള്ള നിരവധി കാര്യങ്ങൾ പാഠഭാഗത്തുണ്ട്. നോക്കൂ. ക്ലൈവ് കള്ളനും തമ്മാടിയുമായിരുന്നു സർ. കുഞ്ഞിരാമൻ കയറി പറഞ്ഞു. സർ, ഈ കള്ളത്തരങ്ങളും കെട്ടുകഥകളും എത്ര കാലം പഠിക്കാം? പെട്ടെന്ന് വെള്ളവുമായി ഒരു ചെറുക്കൻ പാടത്തേക്കിറങ്ങി. ഇങ്ങനെ കുഞ്ഞിരാമനെ കുറിച്ച് എഴുത്തുകാരൻ നൽകുന്ന സൂചനകളെല്ലാം കണ്ടെത്തൂ. ഈ സൂചനകളിൽ നിന്ന് കുഞ്ഞിരാമന്റെ പല സവിശേഷതകളും മനസ്സിലാക്കാൻ കഴിയും. അവയെല്ലാം ഉൾക്കൊള്ളിച്ച് കഥാപാത്ര നിരൂപണം തയ്യാറാക്കൂ. ഉറൂബിന്റെ സുന്ദരികളും സുന്ദരന്മാരും എന്ന നോവലിലെ പ്രധാന കഥാപാത്രമാണ് കുഞ്ഞിരാമൻ. ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടത്തിന്റെയും സ്വാതന്ത്ര്യ വിമോചനത്തിന്റെയും കഥയാണ് ഇതിൽ പറയുന്നത്. കുഞ്ഞിരാമൻ യുവജന സമൂഹത്തിൽ വേണ്ട ധൈര്യത്തിന്റെയും ഉത്തരവാദിത്വത്തിന്റെയും പ്രതീകമാണ്. അധികാരികളെ ഭയപ്പെടാതെ സ്വന്തം അഭിപ്രായം തുറന്നു പറയുന്നവനാണ് കുഞ്ഞിരാമൻ. തന്റെ ഗുരുവിനോട് ക്ലേബ് ഒരു തെമ്മാടിയും കള്ളനുമാണെന്ന് പറയുന്നതും പുസ്തകങ്ങളിൽ അച്ചടിച്ച കളവുകളും മറ്റും എത്രനാൾ പഠിപ്പിച്ചു വിടാനാവും എന്ന് ചോദിക്കുന്നതും എല്ലാം അതിനുദാഹരണമാണ്. കാലാതീതമായ മൂല്യങ്ങൾ സ്കൂൾ പരിധികൾ കടന്ന് സമൂഹത്തിലേക്കും ദേശീയ മനസ്സിലേക്കും എത്തിച്ചേരുന്നു എന്നതിന്റെ സാക്ഷ്യമാണ് അദ്ദേഹം. അർത്ഥവത്തായ സംഭവങ്ങളെ കുഞ്ഞിരാമൻ മനസ്സിലാക്കുന്നു. വിവേചനങ്ങളെ അദ്ദേഹം എതിർക്കുന്നു. ജീവകാരുണ്യ ബോധമുള്ളവനാണ് കുഞ്ഞിരാമൻ. പോലീസ് മർദ്ദനത്താൽ രക്തം വാർന്നു മണ്ണിൽ കിടക്കുന്ന നമ്പ്യാർക്ക് ഒരിറ്റു ദാഹജലം കൊടുക്കാനായി ഓടിച്ചെല്ലുന്നത് കുഞ്ഞിരാമനാണ്. സത്യാഗ്രഹിയെ രക്ഷിക്കാൻ മുന്നിട്ടിറങ്ങുന്ന തന്റെ ഉദ്യമം സ്കൗട്ട് ചുമതലയായി അദ്ദേഹം കാണുന്നു. താൻ ചെയ്തത് ജീവകാരുണ്യമാണെന്ന് പോലീസ് മേധാവിയോട് പറയാനും കുഞ്ഞിരാമൻ മടിക്കുന്നില്ല. നാടിന്റെ അരക്ഷിതാവസ്ഥയിൽ സാഹോദര്യബോധമുള്ള ഒരുവനായി കുഞ്ഞിരാമൻ നിലകൊള്ളുന്നു. അടുത്ത ചോദ്യം, നാടകാവിഷ്കാരം. ഈ നോവൽ ഭാഗം ക്ലാസ്സിൽ നാടക രൂപത്തിൽ അവതരിപ്പിക്കാമല്ലോ. എന്തെല്ലാം ഒരുക്കങ്ങൾ വേണം? കഥയെ വ്യത്യസ്ത രംഗങ്ങളാക്കണം. കൂടുതൽ സംഭാഷണങ്ങളാക്കണം. ചില കഥാപാത്രങ്ങളെയും ആവശ്യമെങ്കിൽ ഉൾപ്പെടുത്താം. പ്രധാന അഭിനേതാക്കളെ കണ്ടെത്തണം. ഈ നോവൽ ഭാഗത്ത് സ്ത്രീ കഥാപാത്രങ്ങളില്ല. നമുക്ക് ചിലരെ ഉൾപ്പെടുത്തിക്കൂടെ? സംഘമായി തിരിഞ്ഞോ ക്ലാസ്സിലെ എല്ലാവരും ഒന്നിച്ചോ നാടകം അവതരിപ്പിക്കാം. അവതരണം കാണാൻ രക്ഷിതാക്കളെ ക്ഷണിച്ചുകൊണ്ട് ഒരു ക്ഷണക്കത്ത് തയ്യാറാക്കൂ. നോട്ടീസ് തയ്യാറാക്കുമ്പോൾ ബോർഡർ വരയ്ക്കാനായിട്ട് മറന്നു പോകരുത്. നാടകം ആ രക്തം മാഞ്ഞുപോയില്ല. പ്രിയ രക്ഷിതാക്കളെ, നമ്മുടെ വിദ്യാലയത്തിലെ 6ാം ക്ലാസ്സിലെ കുട്ടികൾ മലയാളം പാഠപുസ്തകത്തിലെ ആ രക്തം മാഞ്ഞുപോയില്ല എന്ന കഥയെ അടിസ്ഥാനമാക്കി ഒരു നാടകാവിഷ്കാരം തയ്യാറാക്കിയിരിക്കുന്നു. 2026 ജനുവരി 23 ഉച്ചയ്ക്ക് 3 മണിക്ക് ശേഷം സ്കൂൾ ഹാളിൽ വെച്ച് നാടകത്തിന്റെ അരങ്ങേറ്റം നടക്കുന്നു. ഏവരെയും നാടകം കാണാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു എന്ന് ഹെഡ്മാസ്റ്റർ GUPS ഓവൂർ. അടുത്ത ചോദ്യം, ഭാഷയുടെ ഭംഗിയും കരുത്തും. അവരുടെ ബൂട്ട്സിന്റെ അടിയിലെ ആണികൾ തട്ടി അയാൾ മോഹാലസ്യപ്പെട്ടിരുന്നു. പാഠഭാഗത്തിലെ ഈ ഖണ്ഡിക ഒന്നുകൂടി വായിച്ചു നോക്കുക മക്കള്. ഇൻസ്പെക്ടറുടെ ചവിട്ടേറ്റ് ചോരയൊഴുകി ബോധരഹിതനായി കിടക്കുന്ന വടക്കൻ നമ്പ്യാരെ കുറിച്ചാണ് ഉറൂബ് ഈ ഖണ്ഡികയിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ ഈ വിവരണത്തിലൂടെ ചൂഷണത്തിനും മർദ്ദനങ്ങൾക്കും എതിരായി ലോകത്ത് നടന്ന സമരങ്ങളുടെ വലിയൊരു ചിത്രം തെളിഞ്ഞു വരുന്നുണ്ട്. ഇതിൽ നിന്നും മനസ്സിലാക്കാവുന്ന കാര്യങ്ങളെക്കുറിച്ച് ക്ലാസ്സിൽ ചർച്ച നടത്തൂ. കെ തായാട്ടിന്റെ നാം ചങ്ങല പൊട്ടിച്ച കഥ എന്ന പുസ്തകത്തിൽ ഇതുപോലുള്ള സമര ചരിത്രങ്ങളുണ്ട്. അവ വായിച്ച് വായനാനുഭവം തയ്യാറാക്കി ക്ലാസ്സിൽ പങ്കുവയ്ക്കൂ. മക്കൾ ഈ നോവല് ലൈബ്രറിയിലൊക്കെ അന്വേഷിച്ചിട്ട് കഴിയുന്നതും വായിക്കുക. എന്നിട്ട് വായനാനുഭവം എഴുതുക. ഞാനൊരു വായനാനുഭവം ഇവിടെ ചേർക്കുന്നുണ്ട്, എങ്കിലും നിങ്ങളത് വായിക്കണം കേട്ടോ. നാം ചങ്ങല പൊട്ടിച്ച കഥ എന്നത് കെ തായാട്ട് എഴുതിയ ഒരു മലയാള ബാലസാഹിത്യ കൃതിയാണ്. സ്വാതന്ത്ര്യം, ബന്ധനങ്ങളിലെ വിമോചനം, സാഹസികത എന്നിവയെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ചിന്തകൾ നൽകുന്ന ഈ പുസ്തകം കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ കഴിയുന്ന തരത്തിൽ വൈകാരികവും വിജ്ഞാനപ്രദവുമായ ഒരു വായനയാണ് നൽകുന്നത്. കഥയെക്കുറിച്ചുള്ള ധാരണകൾ: വിമോചനത്തിന്റെ പ്രതീകം. നാം ചങ്ങല പൊട്ടിച്ച കഥ എന്ന പേര് തന്നെ ബന്ധനങ്ങളെ പൊട്ടിച്ച് സ്വാതന്ത്ര്യം നേടുന്നതിനെ സൂചിപ്പിക്കുന്നു. ധീരമായ പോരാട്ടം. ചങ്ങല പൊട്ടിക്കുന്നു എന്നത് എളുപ്പമല്ല.
അത് ധീരമായ പോരാട്ടത്തിന്റെയും വിവേകപൂർണമായ പ്രവൃത്തികളുടെയും ഫലമാണ്. കഥയിലെ കഥാപാത്രങ്ങൾ ഈ പോരാട്ടത്തിൽ ഏർപ്പെടുന്നവരാണ്. വളരെ രസകരമായ ഒരു കഥയാണിത്. കഥ മുന്നോട്ടു പോകുന്തോറും വായനക്കാരനെ ആവേശഭരിതനാക്കുന്നു. പുസ്തകത്തിലെ പ്രധാന ആശയങ്ങൾ വായനക്കാരനെ ആഴത്തിൽ ചിന്തിപ്പിക്കുന്നു. കഥാപാത്രങ്ങളോടുള്ള അടുപ്പം കാരണം അവരുടെ വിജയത്തിലും പരാജയത്തിലും വായനക്കാരൻ പങ്കുചേരുന്നു. സ്വാതന്ത്ര്യത്തിന്റെ മൂല്യം, കൂട്ടായ്മയുടെ ശക്തി, പ്രതിബന്ധങ്ങളെ നേരിടാനുള്ള ധൈര്യം എന്നിവ പഠിപ്പിക്കുന്നു. പേരിൽ സൂചിപ്പിക്കുന്നത് പോലെ ഇതൊരു പ്രതീക്ഷ നൽകുന്ന, സാഹസികമായ, വിമോചനാത്മകമായ വായനാനുഭവമാണ് നൽകുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാട്ടോ മക്കളെ നിങ്ങൾക്ക് ഈ പാഠഭാഗത്തിൽ നോക്കാനായിട്ടുള്ളത്. പാഠഭാഗവും അതിൽ ചെയ്ത ചോദ്യോത്തരങ്ങളൊക്കെ എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൂടെ നമ്മുടെ ക്ലാസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ 6ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ വീഡിയോസിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കരുത്. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിലൂടെ അറിയിക്കണേ. അപ്പൊ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്